ഞാൻ ഉഷാറാണെന്നാ പോലെ ഓള് നല്ല കുടുംബസ്നേഹം അല്ലേ. ഞാൻ എനിക്ക് എങ്ങനത്തെ മരുമോള് ഞാന് എനിക്ക് എങ്ങനത്തെ മരുമോള് വേണമെന്നല്ല സ്വപ്നം ഉണ്ടാവില്ലേ, അതേ സ്വപ്നത്തിന്റെ മരുമോളാണ്. മരുമോളല്ല മോള്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമാ? ക്യാബേജ് ഉപ്പേരി, ഇത് ചേരങ്ങക്കറി, പടവലങ്ങ ആൻഡ് ലിവർ അല്ലേ, അതറിയാം. അത് നല്ല ഇത് ഫുള്ളി ഞങ്ങൾ കൊണ്ടുപോകില്ല, ഇതിന്റെ ഒരു ഷെയർ മാത്രമേ ഞങ്ങൾ കൊണ്ടുപോകുള്ളൂ. നമ്മളെ ഉന്നക്കായ ഉണ്ടാക്കി സെറ്റ് വെച്ചിട്ടുള്ളത്. നീ പൊരിക്കാനുള്ള പൊരിക്കുന്ന പണി എനിക്കാട്ടോ, ഞാൻ പൊരിച്ചോണ്ട് ഇമ്മ ഉണ്ട് കേട്ടോ നോമ്പറക്കാന്. ഇതാണ് എൻ്റെ ഉപ്പാന്റെ ഉമ്മ. ഇപ്പോഴും കുറെ പേർക്ക് അറിയില്ല. ഇതാണ് എൻ്റെ ഉപ്പ, ഇതാണ് എൻ്റെ ഉപ്പാന്റെ ഉമ്മ കേട്ടോ. തന്നെയാണ് എന്റെ സബ്സ്ക്രൈബേഴ്സും പറയണത്. ഇത് ഇങ്ങനെ പറ്റൂല കേട്ടോ, എല്ലാരും വശീകരിച്ച് വെച്ചേക്കല്ലേ. അണ്ടല്ലാത്ത തലിയാണ് കളങ്കല്ലാത്ത മനസ്സാണ്, അത് സത്യം. ശരി. അപ്പൊ ഗൈസ് നമ്മളെ ഇന്നത്തെ നോമ്പ് തറ ഡെയിലി എന്റെ വീട്ടിൽ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇന്ന് ഉമ്മന്റെ സ്പെഷ്യൽ എന്തൊക്കെയാ നോക്കാല്ലേ. ഇന്ന് ഉമ്മ മണ്ടിട്ട് കൂടെ നമ്മളെ കൂടെ നോമ്പൊക്കെ തുറക്കാന്. ഓക്കെ അല്ലെ സിവ? അപ്പൊ ഞാനും സിവാപ്പും ഷോപ്പിൽ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നേരത്തെ കാലത്ത് ഇവിടെ എത്തി. ബസികാക്ക് ഇനി നോമ്പ് തുറക്കാൻ നേരത്തെ വരുള്ളൂ, നല്ല തിരക്കുണ്ട്. ഓക്കെ, സിവാപ്പു ഞാൻ കാണിച്ചെടുത്ത സിവാപ്പു കുപ്പായ ഒന്നും ഇട്ടിട്ടില്ല. സിവാപ്പു എന്തൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കും കേട്ടോ. ഇതെന്തമ്മന്ന് ഇമ്മ ബോൾ ഉണ്ടാക്കി വെച്ചിരിക്കണം. ഇതിന്റെ ഉള്ളിൽ ചീസല്ലേ? ആ, നമ്മള് ബ്രെഡ് വാങ്ങിയത് ചെറുതായിട്ടൊന്ന് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. ഇത് ഉമ്മ ഉണ്ടാക്കിയ ഇതിന്റെ എന്താ പറയാ ഉമ്മ? അതിന്റെ ഗ്രേവി. ഓക്കെ, അതിന്റെ ഉള്ളിൽ ഉമ്മ അത് ഇതേപോലെ നിറയ്ക്കും. ഇത് ആ ചൂടില്ലല്ലോ, അന്ന് വേഗം നാളെ. എന്നിട്ട് കുറച്ച് ചീസ് ഇടൂലേ. ചീസ് കഴിഞ്ഞ നമ്മൾ വാങ്ങിയ ഇനി വേണോ? ഓക്കെ, ഞാൻ ചീസ് ഞാനൊന്നും ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നാണ് എല്ലാവരും കമന്റിൽ പറഞ്ഞത്. പക്ഷെ അമ്മ സമ്മതിക്കല്ല ഗൈസ്. ഞാൻ സഹായിക്കില്ല മകളെ. വലിയ പോയാണ് പത്തിരി ചുടല്. അപ്പൊ അത് ചുടാൻ നിമ്മതാ നമ്മളെ ഉന്നക്കായ ഉണ്ടാക്കി സെറ്റ് വെച്ചിട്ടുള്ളത്. നീ പൊരിക്കാനുള്ള പൊരിക്കുന്ന പണി എനിക്കാട്ടോ, ഞാൻ പൊരിച്ചോണ്ട്. അതെ, ഞങ്ങൾ തിന്നുന്ന പണിയാണ്. ഞാനൊക്കെ നീ എല്ലാം ചോദിക്കും. ഇന്നാളൊക്കെ ചോദിച്ചു കമ്പനിയിലെ ജോബിന്റെ ചുരിദാർ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ അപ്പഴാ പറഞ്ഞത് ഉമ്മന്റെ ചുരിദാറാണ്. ഇത് ഉമ്മന്റെ ചുരിദാറാട്ടോ. ഇവിടെ വന്നാൽ ഞാൻ പിന്നെ അബായിട്ടിട്ടല്ലേ വരിക, കഫ്താനൊക്കെ ഇട്ടിട്ട്. അപ്പൊ ഇവിടെ വന്നാലും ഒന്നും ഇടാല്ല, ഉമ്മന്റെ ചുരിദാറിടും. സെറ്റാ. അല്ല എന്നെന്താ പത്തിരിയാ? പത്തിരി ഇന്നലെ ഞങ്ങൾക്ക് നോമ്പുതോറുള്ളതുകൊണ്ട് ഉമ്മ ഇവിടെ ഇറച്ചിപ്പുളി ഉണ്ടാക്കി. ഇനി എനിക്ക് എന്താ നമ്മ ഞാൻ എനിക്ക് ഇഷ്ടമാക്കാൻ പോലെ പറയും അടല്ലേ ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു. ഫാസിലാക്ക് 2-4 തിന്നു. അത് എളുപ്പമാണ്, അത് ഞാൻ പഠിക്കും. എനിക്ക് ഇഷ്ടമാണ് ഉണ്ടാക്കാൻ. അത് വായന്റെ അല്ലാണ്ട് ഉണ്ടാക്കിക്കോ. ഇമ്മ പിന്നെ അച്ചപ്പം ഉണ്ടാക്കും, ഉണ്ണപ്പം ഉണ്ടാക്കും, നെയ്യപ്പം ഉണ്ടാക്കും അല്ലേ? അച്ചപ്പം ഉണ്ണിയപ്പം പറഞ്ഞോളെ കിട്ടണില്ല. അങ്ങോട്ട് പറഞ്ഞു. പക്ഷെ കലത്തപ്പം എനിക്ക് അതിന് ഉള്ളിട്ടതാണ് ഞാൻ തിന്നൂല. ഉള്ളി ഇടാത്തതാണെങ്കിൽ ഞാൻ തിന്നും. ഉണ്ണിയപ്പം ഇഷ്ടമായിട്ടില്ല. ആ, എനിക്ക് ഉണ്ണിയപ്പം മച്ചപ്പാസിലത് കച്ചപ്പം ഇവിടെ അടിയായിരിക്കും. അതെ, ഞാൻ നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ പത്തിരി ചൂടാൻ പിന്നെ ഞാൻ ഇന്നെക്കാലത്തെ എക്സ്പേർട്ട് പിന്നെ സോനു ആണ്. അതെ, ഇന്ന് ഫുള്ള് സോനു ആണ് പത്തിരി ചൂടാട്ടോ, ഞങ്ങളല്ല അല്ലേ? ഇത് സോനു ഉണ്ടാക്കിയതാട്ടോ. അങ്ങനൊക്കെ ഉണ്ടാവോ? ഇന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാ. അതാ
കരഞ്ഞു കരഞ്ഞു. ഇട് ഓനെ ഓനെ കൊണ്ട് ചെയ്യിപ്പിക്കാണ്ട് ഓൻ തന്നെ ചെയ്യണം. ആ ചൂടടാ ഞാൻ ഒന്ന് കാണട്ടെ. നോക്കാം മമ്മ അതാ മമ്മന്റെ നോക്കി മമ്മ കൊറേ എടുത്തു. ഇനി ദിവാനാണ് ചെയ്യേണ്ടി. ചെയ്യേ പാൻറില്ല മിക്സിയിലല്ല നല്ല പാനി എടുക്കും ശിവ അല്ലേ? ശിവ അടുത്ത പാട്ട് ശിവ. രൂപിനെ കുറിച്ച് എന്താ അഭിപ്രായം? രൂപിനെ പറ്റി എന്താ അഭിപ്രായം? പേരമരുമകളെ ഞാൻ ഉഷാറാണ്. എന്നാ പോലെ ഓള് നല്ല കുടുംബസ്നേഹമല്ലേ അല്ലേ? ഞാൻ എനിക്ക് എങ്ങനത്തെ മരുമകൾ എനിക്ക് എങ്ങനത്തെ മരുമകൾ വേണമെന്നല്ല ഒരു സ്വപ്നം ഉണ്ടാവില്ലേ? അതേ സ്വപ്നത്തിന്റെ മരുമകളാണ് മരുമകളെ മോള്. നിങ്ങൾക്ക് എന്തൊക്കെ അഭിപ്രായമാ? അനക്കെന്താണ് എന്റെ അമ്മനെ കുറിച്ചുള്ള അഭിപ്രായം? പറഞ്ഞു കളിയാക്കിക്കോട്ടെ. ഇമ്മമ്മ ഞങ്ങളെ കുട്ടി ഇവിടെ ഒക്കെ അടിച്ചു വരുന്നു. ഞങ്ങൾ ഇവിടെ പണിയെടുക്കുന്നു. എന്റെ കുട്ടി പാവുണ്ടാവും. ഓ ഓ ഓ ഓനെ കെട്ടുന്ന പെണ്ണുങ്ങള് ഭാഗ്യവതി കേട്ടോ. ഓനെല്ലാ പണിയായിട്ടെടുക്കും അല്ലേ ലേനോ? ഇല്ലടാ ആ ഓനെല്ലാം പണിയെടുത്ത് കൊടുക്കും. ഉമ്മക്ക് അടിച്ചാരി കൊടുക്കും, തുടച്ചു കൊടുക്കും. ഓ ഓ നീ മതി പോരി ഞാടെ വെച്ചാൽ ഞാൻ അടിച്ചാരിക്കോണ്ടേ. ഓ മതിയടാ പോരടാ. അങ്ങനെ അടുക്കളയിലൊരു യുദ്ധമാണ് സിവാപ്പൂനായിട്ട്. ഓക്കെ ഇനിയിപ്പം അത്താഴത്തിനൊക്കെ ഉള്ള ഫുഡ് ഉണ്ടാക്കണം. ഇനി കുറച്ച് പൊരിക്കടികൾ പൊരിക്കാണ്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് കാണാം. ആ എനിക്ക് കത്തിയൊന്നും ഇവിടെ ഇല്ല. കത്തി കൊടുക്കാൻ പറ്റില്ല. കുത്തി കൊണ്ടുപോകുന്നേ എന്ത് ശിവാ? സ്റ്റൂള് പോയിക്കണ്ട് കത്തിച്ചടിച്ചേക്ക. സാറില്ല പോട്ടേന്നോ? സാരല്ലേ പോട്ടേന്നോ? നിങ്ങൾക്ക് മഞ്ഞ കളർ വേണോ? നിങ്ങൾക്ക് മഞ്ഞ കളർ വേണോ? അപ്പൊ അത്താഴത്തിനൊക്കെ ഉള്ള ഞാനിവിടെ രുബിനോട് പാചകത്തിന്റെ അതെ ഉപ്പേരിക്ക് മഞ്ഞപ്പൊടി ഇടണാന്ന് നമ്മളെ എന്തായിരുന്നു ഇതെന്തേലും ഇതെന്തേലും ആ ജലദോഷം പിടിച്ചോ? ചെറുതായിട്ട് ഞങ്ങൾ ഇതവിടെ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഉന്നക്കായ കാണില്ല. ആ ഉന്നക്കായ ഉന്നക്കായ സെറ്റാക്കി വെച്ചിട്ട് അങ്ങനെ ഉണ്ടംപൊരി ഉമ്മൻ്റെ പുതിയ സ്പെഷ്യൽ. അല്ല അതൊക്കെ ആയിക്കോട്ടോ. പിന്നെ മുരിങ്ങാത്താളി മുരിങ്ങ ഓക്കേരിയോ ഇത് ഫുള്ള് സീനായിട്ടോ. ഇനി ഞങ്ങൾ പോയിട്ടൊന്ന് റെഡിയാക്കി വെക്കട്ടെ അല്ലേ ഗൈസ്? ഇന്ന് നോമ്പിന് ഈ സ്പെഷ്യലിനെക്കാട്ടി സ്പെഷ്യലായിട്ട് നമ്മളെ ഇമ്മമ്മ ഉണ്ട് കേട്ടോ നോമ്പറക്കാൻ. ഇതാണ് എൻ്റെ ഉപ്പാൻ്റെ ഉമ്മ. ഇപ്പോഴും കുറേ പേർക്ക് അറിയില്ല. ഇതാണ് എൻ്റെ ഉപ്പ, ഇതാണ് എൻ്റെ ഉപ്പാൻ്റെ ഉമ്മ കേട്ടോ.
ഇത് ഇവിടുത്തെ വേലക്കാരിറ്റാ പണിക്കാരിറ്റാ അത് ജുബി. അപ്പൊ ഇന്ന് സ്പെഷ്യല് ഉന്നക്കായി പിന്നെന്താ എന്താ പോണ്ടേ ഒരു സ്പെഷ്യലാണ് എന്താ ഈ പോണ്ടന്റെ പേരെന്താ പേരൊന്നും ചോദിക്കരുത്. നിങ്ങൾ മിക്കവാറും ഒരു കുക്കറി ചാനൽ തുടങ്ങേണ്ടി വരും. എല്ലാവർക്കും നിങ്ങളെ റെസിപ്പി അറിയാൻ വേണ്ടി അടിയാണ് മക്കളെ. ഇന്നലെ പുലർച്ചൊക്കെ കഴിച്ച സാധനങ്ങൾ ഇങ്ങനെ കഴിക്കണം. എന്റെ ജീവിതത്തിൽ അത്ര ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ഫുഡ് എന്ന് പറയാം അല്ലേ ജോ, ഞാൻ കഴിച്ചിട്ടില്ല. ബാങ്കുള്ളോ ഇന്നത്തെ ഒരു സ്പെഷ്യലാണ് ഇറച്ചിമ്പോളി. നിങ്ങളവിടെ എന്താ പറയുന്നറിയില്ല. ഇറച്ചിമ്പോളി ആണോ? പിന്നെ പക്ഷെ എനിക്ക് ഇറച്ചിമ്പോളി ഉണ്ടെങ്കിലും ഇത് ജാതിക്ക് നടക്കില്ല. ഓ സിവാനപ്പൊ ഒരു 3 പത്തിരൊക്കെ തിന്നുക്കണോ? അങ്ങനെയുണ്ട്. ബാസിയാക്ക ബീഫ് കറി അല്ല ഇറച്ചിമ്പുള്ളി ഇട്ടിട്ടില്ല. ഇമ്മന്റെ ഈ ഒരു സ്പെഷ്യൽ ഇനി നമുക്ക് അത്തായത്തിന്റെ സെറ്റ് ആക്കാണ്ട്. അതല്ല നിങ്ങക്ക് വേണ്ടിയേ? നിങ്ങക്ക് ഇതൊന്നല്ലല്ലോ വേണ്ടിയേ? ബാസികാന്റൊക്കെ മെയിൻ അത്തായാണ്. ഓ ഞങ്ങളെ അലാറം ഓനാണ്. 3-4 മണിയാകുമ്പോ ഞങ്ങളെ വിളിക്കും. എന്നാ ഇതാരാ സെറ്റായി കൊടുത്തത്? കൊടുക്കി മക്കളെ വരെ വെടുക്കാക്കിയത് ഈ ബാസ്. ഇനി നമുക്ക് അത്തായ സെറ്റാക്കമ്മ. ആ പാത്രം നിന്റെ സിവാപ്പ് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടില്ലല്ലോ. യെസ് അത് കട്ടൻ ചായ. ഇങ്ങോട്ടാ എന്ത് ആര് പൊട്ടിച്ചു? കട്ടൻ ചായ. ഓ മീൻ കുട്ടിച്ചതാ. ജീവോ നമ്മളെ റീല് കണ്ണക്കാക്ക് എന്താ പറയല്? നേരെ പറഞ്ഞോണ്ടാ പൊട്ടത്തി ഞാനോ? പിന്നെ ആരാ? ആണോ? എൻ്റെ ഉമ്മ ഒരു രക്ഷയില്ല. ഹലോ എന്താ കട്ടൻ ചായ വീണു ഗൈസ്, കട്ടൻ ചായ വീണു. അപ്പൊ ഗൈസ് നോമ്പ് പറഞ്ഞതിന് ശേഷമുള്ള ഞങ്ങളുടെ ചടങ്ങാണ് പുലർച്ചയ്ക്കുള്ള ഫുഡ് കൊണ്ടുപോയി. ഓക്കെ, നമ്മളെ വീട്ടിൽ മൂല്യന്മാരൊക്കെ വന്നിട്ട് ഇങ്ങനത്തെ പാത്രത്തിലാക്കി കൊണ്ടുപോകില്ല. അതേമാതിരി ഞങ്ങൾ ഇവിടുന്ന് പുലർച്ചയ്ക്കുള്ളത് പാത്രത്തിലാക്കി കൊണ്ടുപോകും. പക്ഷെ അമ്മ ചൂടൊക്കെ അപ്പോഴും ഉണ്ട്. അപ്പൊ ചൂടാക്കണ്ട. എന്താണത്? ചോറ് കൊണ്ടുപോകണ പാത്രം. അത് ചൂട് ആറാതിരിക്കാൻ, ചൂടാറാതിരിക്കാനുള്ള പാത്രമാണല്ലോ. ചൂടാറാനുള്ള പാത്രം. ഇമ്മ നോമ്പിന്റെ എത്രയോ മുന്നേ പറഞ്ഞു ഈ ഒരു പാത്രം വാങ്ങട്ടോ, ഈ ഒരു പാത്രം വാങ്ങട്ടോ. ഞാൻ വിചാരിച്ച മറ്റേ ആ ചുവപ്പ് പാത്രം മാറ്റിയിടോ. തള്ളു കുറക്ക് കാര്യത്തിലേക്ക് വരാം ഗൈസ്. അപ്പൊ ഇന്നത്തെ സ്പെഷ്യല് നല്ല ഇതെന്തായാലും മുരിങ്ങന്റെ. ഞാൻ വിശ്വസിച്ചു, വ്യൂവേഴ്സും വിശ്വസിച്ചു. നിങ്ങൾ വിശ്വസിച്ചില്ലേ? ഓള് കണ്ണൂർക്ക് കാട്ടുണ്ടല്ലോ. അങ്ങനെ വരും വഴിയില്ലല്ലോ. എന്റെ പെണ്ണുങ്ങളെ ചുക്കി ഓ മൈ ഗോഡ്. ക്യാബേജ് ഉപ്പേരി, ഇത് ചെരങ്ങക്കറി, പടവലങ്ങ ആൻഡ് ലിവർ അല്ലേ? അതറിയാം, അത് നല്ല മുളക്. ഇത് ഫുള്ളി ഞങ്ങൾ കൊണ്ടുപോകില്ല. ഇതിന്റെ ഒരു ഷെയർ മാത്രമേ ഞങ്ങൾ കൊണ്ടുപോകുള്ളൂ. ചോറുന്നുള്ളൂ. സത്യം പറയാലോ, പുലർച്ചയ്ക്ക് ഞാൻ നീച്ചല്ലേ. ഒരു നോമ്പിനും എനിക്ക് പുലർച്ചയ്ക്ക് നീച്ച് ശീലമില്ലാത്ത ഒരാളാ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ നീച്ചു. ഇതിക്ക് നമ്മളെ അൻസിഫിന്റെ ഇറച്ചി ബീഫ് അച്ചാറും അല്ലേ? ആ യെസ്, മറ്റേ കടുമാങ്ങ അച്ചാർ കിട്ടില്ല. ഉണക്ക മാങ്ങ. ആ പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഫാൻസ് ഒക്കെ വന്നു തുടങ്ങിക്കണേ. നിങ്ങളോട് കുക്കറി ചാനൽ തുടങ്ങാൻ കുറെ ആൾക്കാർ കമന്റ് ചെയ്തിരിക്കണം കേട്ടോ. കൊള്ളാലോ. ഞങ്ങൾ പുതിയ ഡിഷ് ഫുഡ് ബ്ലോഗ് ഒക്കെ ആയിട്ട് സെറ്റപ്പ് പത്തൊക്കെ ഫുഡ് ബ്ലോഗ് ആയിട്ട് ടേസ്റ്റ് ചെയ്യും. അല്ല ഞാൻ ഒരു രക്ഷയില്ല. പക്ഷെ ഫുഡ് സീരിയസ് ആയിട്ട് പറയാം,
നിങ്ങള് അതിന്റെ റെസിപ്പി ഒക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഞാൻ ഈ പെരുന്നാളത്തെ ഡ്രസ്സിന്റെ തിരക്കൊന്ന് കഴിയട്ടെ. ഷോപ്പിൽ നല്ല തിരക്കാണ്, അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ സത്യം എടുത്തിട്ട് പായണം, അല്ലെങ്കിൽ രാത്രി ഇവിടുന്ന് പോയാൽ മതി. പക്ഷേ ഷോപ്പിൽ ഇപ്പോൾ അവിടെ ഇപ്പൊ തന്നെ ഓരോ കസ്റ്റമർ എവിടെ ലൊക്കേഷൻ വെച്ചൊക്കെ വിളിക്കുന്നുണ്ട്. ഞാൻ ലൊക്കേഷൻ എല്ലാവർക്കും പറഞ്ഞു മടുത്തിക്കണ്. ഷോപ്പിന്റെ ലൊക്കേഷൻ മലപ്പുറം ഒതുക്കെങ്കിൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ്. എന്തുവാ അതാണല്ലേ. എന്നാൽ നമുക്ക് അടുത്ത പ്രാവശ്യം ഞങ്ങൾക്കും വേണം കേട്ടോ കുറച്ച് സൂപ്പർ മാർക്കറ്റിന്. അത് റെസിപ്പി അല്ലേ? അതെന്താ അടിയോ കൊടുത്താ തിരിച്ചിട്ട് ഇമ്മേ എപ്പോ നിനക്ക് അതിലെ തിരുത്തിന്റെ എപ്പോ തന്നെയാണ് എന്റെ സബ്സ്ക്രൈബേഴ്സും പറയണത്. ഇത് ഇങ്ങനെ പറ്റൂല കേട്ടോ. ഈ എല്ലാരും വശീകരിച്ച് വെച്ചേക്കല്ലേ. അന്തല്ലാത്ത തലിയാണ് കളങ്കല്ലാത്ത മനുഷ്യനാണ്. അത് സത്യമാണ്. ശരിയാണ്. ഓ തള്ളക്ക് പറ്റില്ല. ഓ മൈ ഗോഡ്. പിന്നെ നിങ്ങളെ LKG പഠിച്ചപ്പോ തൊട്ടുള്ള ഫ്രണ്ട്സ് ഒക്കെ ഇതിൽ ഒന്ന് കമന്റ് ചെയ്യണത് ആരെയൊക്കെ ആരതൊക്കെ? മൂത്തച്ഛന്റെ അമ്മായിന്റെ മോളാണ് ഞാൻ എന്നൊക്കെ ഉണ്ടെങ്കിൽ. ആ ഓ അപ്പൊ ചാനലിന്റെ പേരായി ഹസീനാസ് കിച്ചൺ. ഓ എന്റെ അമ്മാനെ. ഓ വീഡിയോയിൽ ഇങ്ങനെ ഓവർ കുത്തി നിറച്ചിട്ടേ അതാ പുറത്തേക്ക് പോകണോ? ഓ അപ്പൊ വിട്ടാലോ? ഷൂട്ട് ചെയ്യുന്നു, കസ്റ്റമറെ ഡീൽ ചെയ്യുന്നു, അയക്കാളതൊക്കെ അയക്കുന്നു, എന്നിട്ട് ഒരു 2 മണി 3 മണി ആകുമ്പോൾ വീട്ടിൽ പോകുന്നു. ഇന്നലെയൊക്കെ സത്യം പറഞ്ഞാൽ ഇന്നലെ വീട്ടിൽ പോയപ്പോഴേ 3 മണി ആയിക്കണം. ആ 3 മണിക്ക് നേരെ ഞങ്ങൾ എന്ത് ചെയ്തു? അത്താഴം വെച്ചിട്ട് കൊടുക്കും. പിന്നെ നീച്ചേണ്ട ആവശ്യമില്ലല്ലോ. പോവാ. ആ സ്ഥലമില്ല അതിൻ്റെ തന്നെ പ്രശ്നം. കുറച്ച് കഴിച്ചു നോക്കി രസമുണ്ട് സാധനം. അതുകൂടി കുറച്ച് പൊയിഞ്ഞെടുത്തോട്ടോ. ഒന്ന് പോവാ പറ.